ദുർഗന്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാലോ പൗൾട്രി ഫാമേഴ്സ് പൊതുവെ നേരിടുന്ന പ്രശ്നമാണ് ഈ ഒരു ദുർഗന്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇത് പൗൾട്രി ഫാം എന്നാൽ പൊതുവെ ഫാം ചെയ്യുന്ന എല്ലാ ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം നമുക്ക് പൗൾട്രി ഫാമേഴ്സ്, അതായത് ബ്രോയിലർ ഫാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കാട ഫാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മുട്ട കോഴിയുടെ ഫാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, അതായത് ഈ ഒരു സ്റ്റെറിക്കിളിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 3 വർഷത്തിന് മുകളിലായിട്ട് ഡിസിൻഫെക്റ്റൻ്റ് എന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൗൾട്രി ഫാം ചെയ്യുമ്പോൾ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു പർപ്പസിന് മാത്രമല്ല, ഇത് ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് മൾട്ടി പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോഴികളെ നിലവിലുള്ള സമയത്ത്, അതായത് ഇപ്പോൾ ബ്രോയിലർ ഫാമാണ്, നമ്മൾ ലിറ്റർ വിരിച്ചിട്ടാണ് ഫാം നടത്തിക്കൊണ്ട് പോകാറ്. അതായത് ഇപ്പോൾ മരപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിത്തൊണ്ട് എന്തെങ്കിലും പൊടിയിട്ട് അതിന് മുകളിലാണ് ഇതിൻ്റെ കോഴി കാഷ്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ അത് റിമൂവ് ചെയ്യുന്നത് ഏകദേശം ഒരു ബാച്ച് പിടിച്ച് കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അമോണിയയുടെ സാന്നിധ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുന്ന് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഇളക്കുക, അതിനുശേഷം ഇത് ഒന്ന് ഡെയിലി ഉപയോഗിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും, ആ ദുർഗന്ധം എന്ന് പറഞ്ഞ പ്രശ്നം. പിന്നെ നമ്മൾ ഒരു ബാച്ച് പിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ഇരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ക്ഷീണം നടത്തേണ്ടതുണ്ടല്ലോ. ആ ഒരു സമയത്തും ഈ സാധനം തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ അതുപോലെ നമുക്ക് തീറ്റപാത്രം, വെള്ളപ്പാത്രത്തൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് അവിടെയും ക്ഷീണത്തിൽ ഈ സാധനം തന്നെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫാമിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫാമിലേക്ക് പോകുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കഴിയും, അതുപോലെ തന്നെ നമ്മുടെ കാലൊക്കെ അണുനശീകരണം നടത്താൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട ഡോസേജ് എന്ത്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാനിത് ഫാമിൽ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് വീഡിയോയുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഇത് നിങ്ങൾ ഇനിയും ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വരുന്ന പ്രോഡക്റ്റിൻ്റെ വരുന്ന പ്രൈസ് ഏകദേശം 329 രൂപയാണ്. എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഒരു ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മൾ ഇത് ഒരുപാട് ഫാമേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും ആവശ്യക്കാരന് നമ്മൾ അത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത് വീടുണ്ടായിട്ട് ഫാമിൽ നിന്നും ചെറിയ സ്മെല്ലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് നല്ലൊരു സൊല്യൂഷനാണ്. ഇവിടെ പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഫാം നല്ല ഹൈജീനിക്കായിട്ട് നല്ല രീതിയിൽ വൃത്തിയിൽ തന്നെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇതും കൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതല്ല ഇത് ഉപയോഗിച്ചിട്ട് വേറെ ഫാമിൽ ഇളക്കോ കാര്യങ്ങളൊന്നും ചെയ്യാതെ സ്മെല്ല് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി ഇളക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ.